പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമിക വിവരം. പിണറായിയുടെ പരാതിയിലാണ് സർക്കാരിന്റെ നടപടി. കേരള ഹൌസിലെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥൻ ആർ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ വ്യാഴാഴ്ചയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഡൽഹിയിലെത്തിയത്. യോഗത്തിന് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:50 വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് ടിക്കറ്റും എടുത്തു. നേരത്തെ വിമാനത്താവളത്തിൽ എത്തിയിട്ടും പിണറായിക്ക് വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ ഡൽഹിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ പ്രോട്ടോകോൾ ഓഫീസർ അനുഗമിക്കുമായിരുന്നു. മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയതായി വിമാന കമ്പനിയെ പ്രോട്ടോകോൾ ഓഫീസർ തന്നെ അറിയിക്കും. നേരത്തെ എത്തിയാലും അദ്ദേഹം വിമാനത്താവളത്തിലെ VVIP ലോഞ്ചിൽ വിശ്രമിക്കുകയാണ് പതിവ്. ഗേറ്റ് അടയ്ക്കാറാകുമ്പോൾ വിമാന കമ്പനി പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ വിമാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ ശനിയാഴ്ച 12:30 പിണറായി AKG ഭവനിൽ നിന്നിറങ്ങി കേരള ഹൌസിലെത്തി ഭക്ഷണം കഴിച്ചു. 1:30 അവിടെ നിന്നിറങ്ങി 2 മണി കഴിഞ്ഞപ്പോൾ വിമാനത്താവളത്തിലെത്തി. പ്രോട്ടോകോൾ ഓഫീസർ പതിവ് പോലെ വിമാനത്താവളത്തിൽ പിണറായി എത്തിയെന്ന് വിമാന കമ്പനി അധികൃതരെ അറിയിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ ഗേറ്റ് അടച്ചിട്ടും പിണറായിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വിമാന കമ്പനി അധികൃതർ മറന്നു. ഇതോടെയാണ് പിണറായിയുടെ യാത്ര മുടങ്ങിയത്. പ്രോട്ടോകോൾ ഓഫീസറും വിമാന കമ്പനി അധികൃതരും തമ്മിലുണ്ടായ ആശയവിനിമയത്തിലെ വീഴ്ചയാണ് പ്രതിപക്ഷ നേതാവിന് വിമാനത്തിൽ കയറാൻ പറ്റാതിരുന്നതിന് കാരണം. 3.5 മണിക്കൂറോളം കാത്തിരുന്ന ശേഷം മറ്റൊരു വിമാനത്തിലാണ് പിണറായി കോഴിക്കോട്ടേക്ക് മടങ്ങിയത്. സംഭവത്തിൽ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് സർക്കാർ അന്വേഷിച്ചത്. കാവൽ മുഖ്യമന്ത്രിയായിരിക്കെ ഡൽഹിയിലെത്തിയ പിണറായിക്ക് അദ്ദേഹം എപ്പോഴും താമസിക്കുന്ന മുറി കേരള ഹൌസിൽ അധികൃതർ നൽകാത്തതും നേരത്തെ വിവാദമായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.